Hi, good evening all. Welcome back to Easy Classes. First of all, thanks for being here in my YouTube channel. Today we have to discuss about the Indian defense system. Okay, Indian defense എന്താണ്, അതിൽ പ്രധാന ആംഡ് ഫോഴ്സസ് എന്തൊക്കെയാണ്, പ്രധാന വിഭാഗങ്ങൾ എന്താണ്, അവരുടെ പ്രത്യേകതകൾ എന്താണ് ഫോം ചെയ്തിരിക്കുന്നത്, ഒരു പ്രസൻറ്റ് ഹെഡ് ആരാണ്, ഫസ്റ്റ് ഹെഡ് ആ പോസ്റ്റിൻ്റെയൊക്കെ ആ കാറ്റഗറീസിൻ്റെയൊക്കെ ഹെഡ് ആരായിരുന്നു, അങ്ങനെ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഡിഫെൻസ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ. നമ്മുടെ രാജ്യത്തെ ഭീഷണികളിൽ നിന്നും എക്സ്റ്റേണൽ ആയിട്ടുള്ള ത്രെട്ടൻസിൽ നിന്നും രക്ഷിക്കുന്ന നമ്മളെ സംരക്ഷിക്കുന്നവരാണ് അല്ലേ, നമ്മളെ രാഷ്ട്രത്തെ കാത്തു സൂക്ഷിക്കുന്നവരാണ് ഈ സായുധ സേനകൾ. ഓക്കെ, മെയിനായിട്ട് മൂന്ന് സായുധ സേനകളാണുള്ളത് മെയിനായിട്ടുള്ളത്. ഏതൊക്കെയാണ് ഇന്ത്യൻ ആർമി, കരസേന, ഇന്ത്യൻ നേവി, നാവികസേന, ഇന്ത്യൻ എയർഫോഴ്സ്, വ്യോമസേന അല്ലേ. ഇവരെക്കുറിച്ചെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇതിന് പുറമേ ആംഡ് ഫോഴ്സസ് ഉണ്ട് അല്ലേ, സായുധ സേനകളുണ്ട്. അതല്ലാതെ പാരാമിലിറ്ററി സർവീസസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ എല്ലാം ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. മെയിനായിട്ടുള്ള നമ്മുടെ ഡിഫൻസ് സിസ്റ്റത്തിലെ 3 സേനകളെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ ഇന്ത്യൻ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് പോസ്റ്റാണ് ചീഫ് കമാൻഡൻറ്റ് ഓഫ് ഇന്ത്യൻ ഡിഫൻസ്. ഓക്കെ, എല്ലാ ഫോഴ്സസിൻ്റെയും ഹെഡ് എന്ന് പറയുന്നത് നമ്മുടെ പ്രസിഡൻ്റാണ്. ചീഫ് കമാൻഡൻറ്റ് എന്ന് പറയുന്നത് ആരാണ്? ഇന്ത്യൻ പ്രസിഡൻ്റാണ്. ഓക്കെ, നമുക്കൊരു മന്ത്രിസഭയുണ്ട് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ അണ്ടറിൽ. അതിൽ ഇന്ത്യൻ ഡിഫൻസ് സിസ്റ്റം ഉണ്ട് അല്ലേ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇന്ത്യൻ ഡിഫൻസിന് ഒരു ഹെഡ് ഉണ്ട്. ഇന്ത്യൻ ഡിഫൻസ് മിനിസ്ട്രി ഉണ്ട്. ഇന്ത്യൻ ഡിഫൻസ് മിനിസ്ട്രിയുടെ ഹെഡാണ് ഇന്ത്യൻ ഡിഫൻസ് മിനിസ്റ്റർ. ദ പ്രസൻറ്റ് ഇന്ത്യൻ ഡിഫൻസ് മിനിസ്റ്റർ ഈസ് രാജ്നാഥ് സിംഗ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ എല്ലാവരും ഈ പേര്, എല്ലാ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന പേരാണ് നമ്മുടെ പ്രതിരോധ മന്ത്രി എന്നറിയപ്പെടുന്നത്. പ്രതിരോധം തരുന്നത് അല്ലേ, നമ്മളെ രാഷ്ട്രത്തിനെ കൺട്രോൾ ചെയ്യുന്ന ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്, ഇന്ത്യൻ ഡിഫൻസ് മിനിസ്റ്റർ എന്ന് പറയുന്നത് രാജ്നാഥ് സിംഗ് ആണ്. അപ്പോൾ ആദ്യത്തെ മന്ത്രിസഭയിലെ ആരായിരുന്നു ഫസ്റ്റ് ഡിഫൻസ് മിനിസ്റ്റർ ആരായിരുന്നു? ബൽദേവ് സിംഗ് ചോക്കാർ. നമ്മുടെ ജവഹർലാൽ നെഹ്റു മന്ത്രിസഭയുണ്ട് ഫസ്റ്റ് അല്ലേ, ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. അതിലെ പ്രതിരോധ മന്ത്രിയായിരുന്നു ബൽദേവ് സിംഗ് ചോക്കാർ. ബൽദേവ് സിംഗ് ആയിരുന്നു ആദ്യത്തെ പ്രതിരോധ മന്ത്രി. ഇപ്പോഴത്തെ പ്രതിരോധ മന്ത്രി ഫസ്റ്റ് ബൽദേവ് സിംഗ് ചോക്കാർ. പ്രസൻറ്റ് കറണ്ട് അഫയേഴ്സിൽ വരുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്, രാജ്നാഥ് സിംഗ് ആണ് പ്രസൻറ്റ് ഡിഫൻസ് മിനിസ്റ്റർ. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഡിഫൻസ് മിനിസ്ട്രീനെ അറിയപ്പെടുന്നത് ഇൻ്റഗ്രേറ്റഡ് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ്. എല്ലാ സായുധ സേനകളിലെയും ഹെഡാണ് ഇന്ത്യൻ ഡിഫൻസ് മിനിസ്ട്രി എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ഡിഫൻസ് മിനിസ്ട്രീനെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇൻ്റഗ്രേറ്റഡ് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ്. ഇൻ്റഗ്രേറ്റഡ് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ഹെഡ്ക്വാർട്ടർ ഈസ് ഇൻ ന്യൂഡൽഹി. നമ്മുടെ ക്യാപിറ്റലായിട്ടുള്ള ന്യൂഡൽഹിയിലാണ്. എല്ലാത്തിൻ്റെ എല്ലാ സായുധ സേനകളുടെയും ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹിയിലാണ്. ഓക്കെ, ഇനി ഈ എല്ലാ സായുധ സേനകളെയും കൺട്രോൾ ചെയ്യുന്നതിന് അവരെ ഏകീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു സ്റ്റാഫ് നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. അതറിയപ്പെടുന്നതാണ് IDS ഓർ ഇൻ്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫ്. എല്ലാവരുടെയും പ്രവർത്തനം ഏകീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ഡിഫൻസ് മിനിസ്ട്രിയുടെ അണ്ടറിൽ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇറ്റ് ഈസ് നോൺ ആസ് ഇൻ്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫ്, IDS. ഇൻ്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫിൻ്റെ ഹെഡാണ് ചീഫ് ഡിഫൻസ് സ്റ്റാഫ്. അപ്പോൾ ഇന്ത്യൻ ഡിഫൻസ് മിനിസ്ട്രിയുടെ അണ്ടറിലുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഇൻ്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫിൻ്റെ ഹെഡാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ചീഫ് ഡിഫൻസ് സ്റ്റാഫ്. ഓക്കെ, ദി പ്രസൻറ്റ് ചീഫ് ഡിഫൻസ് സ്റ്റാഫ്, very important. The present chief defense staff is ആരാണ്? ജനറൽ അനിൽ ചൗഹാൻ. ദ പ്രസൻറ്റ് ചീഫ് ഡിഫൻസ് സ്റ്റാഫ് ഈസ് അനിൽ ചൗഹാൻ. ജനറൽ അനിൽ ചൗഹാനാണ്. ഓക്കെ, അപ്പോൾ വെരി ഇമ്പോർട്ടൻറ്റ്. രാജ്നാഥ് സിംഗ്
ജനറൽ അനിൽ ചൗഹാൻ. പ്രസൻറ്റ് കറണ്ട് അഫെയർസിൽ വരുന്ന 2 ടോപ്പിക്കുകൾ നമ്മൾ ഇത് കൂടെ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആരാണ് പ്രസൻറ്റ് ഡിഫൻസ് സെക്രട്ടറി. ഒരു ഡിഫൻസ് സെക്രട്ടറി ഉണ്ട്. ആരാണ് പ്രസൻറ്റ് ഡിഫൻസ് സെക്രട്ടറി? രാജേഷ് കുമാർ സിംഗ് ആണ് പ്രസൻറ്റ് ഡിഫൻസ് സെക്രട്ടറി. പ്രസൻറ്റ് ഡിഫൻസ് സെക്രട്ടറി ഈസ് രാജേഷ് കുമാർ സിംഗ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? രാജ്നാഥ് സിംഗ്, ഇന്ത്യൻ ഡിഫൻസ് മിനിസ്റ്റർ. ചീഫ് ഡിഫൻസ് സ്റ്റാഫ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫ് ഈസ് ജനറൽ അനിൽ ചൗഹാൻ ആൻഡ് ദ പ്രസൻറ്റ് ഡിഫൻസ് സെക്രട്ടറി ഈസ് രാജേഷ് കുമാർ സിംഗ്. ഓക്കെ, നെക്സ്റ്റ്, ഇന്ത്യയുടെ ആദ്യത്തെ ഡിഫൻസ് പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയുടെ ഫസ്റ്റ് ഡിഫൻസ് പാർക്ക് സിറ്റുവേറ്റഡ് ഇൻ ഒറ്റപ്പാലം, പാലക്കാട് ഡിസ്ട്രിക്ട് ഇൻ കേരള. കേരളത്തിലെ ഒറ്റപ്പാലത്താണ് ആദ്യത്തെ ഡിഫൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഏവിയേഷൻ പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഗുജറാത്തിലാണ്. ഓക്കെ, ക്ലിയർ? ഇത്രയാണ് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നമ്മുടെ ഇന്ത്യൻ ഡിഫൻസിനെ കുറിച്ച്. ഇനി നമ്മൾ ഇന്ത്യൻ ഡിഫൻസിലെ 3 മെയിൻ ഫോഴ്സസിലേക്ക് പോവുകയാണ്. 3 മെയിൻ ഫോഴ്സസ് ഉണ്ട്, സെവറൽ സ്പെഷ്യൽ ഫോഴ്സസ് ഉണ്ട്. ഈ സ്പെഷ്യൽ ഫോഴ്സസ് ആൻഡ് പാരാമിലിറ്ററി സർവീസസ് ആർ നമ്മളൊരു വേറൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 3 മെയിൻ ഫോഴ്സസ് ആണ് ഇന്ത്യൻ ഡിഫൻസിലെ: ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി ആൻഡ് ഇന്ത്യൻ എയർഫോഴ്സ്. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ ആർമിയെക്കുറിച്ചാണ്. ആരാണ് ഇന്ത്യൻ ആർമി? ഇന്ത്യൻ ആർമിയുടെ ഫാദർ എന്നറിയപ്പെടുന്നത് ആരാണോ? ഇന്ത്യൻ ആർമിക്ക് ഫാദർ എന്നറിയപ്പെടുന്ന ഒരു പോസ്റ്റ് ഉണ്ടോ? അതാരാണ്? ഓക്കെ, ആരാണ് ഇന്ത്യൻ ആർമിയുടെ ഫാദർ എന്നറിയപ്പെടുന്നത്? എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് മേജർ സ്റ്റിങ്ങർ ലോറൻസ്. മേജർ സ്റ്റിങ്ങർ ലോറൻസ് ആണ് ഇന്ത്യൻ ആർമിയുടെ ഫാദർ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഇന്ത്യൻ ആർമി എന്താണ്? കരസേനാ ദിനം എന്ന് പറയുന്ന ഒരു ദിവസമുണ്ട് അല്ലേ? അത് ഏതാണ് കരസേനാ ദിനം? കരസേനാ ദിനം എന്ന് പറയുന്നത് ഏതാണ്? കരസേനാ ദിനം ജനുവരി 15 അതിവിടെ നമ്മളൊന്നും മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ. അത് പറയണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ആർമിയുടെ മോട്ടോ എന്താണെന്ന് ചോദിച്ചാൽ സർവീസ് ബിഫോർ സെൽഫ്, സേവാ പരമോ ധർമ്മ. ഏറ്റവും മുൻപ് എന്ന് പറയുന്നത് സേവനമാണ്. എല്ലാത്തിനും മുൻപിൽ ഏതാണ്? സേവനമാണ് എന്നുള്ളതാണ് ഇന്ത്യൻ ആർമിയുടെ മോട്ടോ. സർവീസ് ബിഫോർ സെൽഫ്, സേവാ പരമോ ധർമ്മ. ഓക്കെ, ഇനി ഒഫീഷ്യൽ സോങ് എന്താണ്? മേരാ ഭാരത് മഹാനാണ് ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ സോങ്. ഇതെന്നാണ് രൂപീകരിച്ചത്? 1895 ഏപ്രിൽ, ഇൻഡിപെൻഡൻസിന് മുൻപ് അല്ലേ, വളരെ മുൻപ് 1895 ഏപ്രിൽ 1 ഇത് രൂപീകരിച്ചത്. ഓക്കെ, അപ്പോൾ ഏപ്രിൽ 1 നമ്മുടെ കരസേനാ ദിനം? ഓക്കെ, ആണോ? ആർമി ഡേ അല്ല, ഏപ്രിൽ 1 ജനുവരി 15 അതെങ്ങനെ വന്നു എന്നുള്ളത് നമ്മളിപ്പോൾ പറയും. ഓക്കെ, വഴിയെ പറയും. ഓക്കെ, ഇന്ത്യൻ ആംഡ് ഫോഴ്സസിലെ ഏറ്റവും കൂടുതൽ മോസ്റ്റ് നമ്പേർഡ് ആർമി ഫോഴ്സസ് ഇൻ ഇന്ത്യ ഈസ് ഇന്ത്യൻ ആർമിയാണ്. ഏറ്റവും കൂടുതൽ നമ്പറുള്ള ആംഡ് ഫോഴ്സസ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കരസേനയാണ്. ഇന്ത്യൻ ആർമിയിലാണ് ഏറ്റവും കൂടുതൽ നമ്പർ ഉള്ളത്. ഓക്കെ, ഇനി ഇതിൻ്റെ എന്താണ് മുൻഗാമി? ഇത് ഏത് പേരിലാണ് മുൻപ് അറിഞ്ഞിരുന്നത്? 1895 ഇത് രൂപീകരിച്ചതെന്ന് പറഞ്ഞു ഇന്ത്യൻ ആർമി. അതിൽ മുൻപ് ഇത് വിളിച്ചിരുന്നത്, അല്ലെങ്കിൽ ഇത് വിളിക്കപ്പെട്ടിരുന്നത്, അതായത് ഇതിൻ്റെ ഒരു മുൻഗാമിയായിട്ട് അറിയപ്പെടുന്നത്, ഇന്ത്യൻ ആർമിയുടെ മുൻഗാമി എന്ന പേരിൽ അറിയപ്പെടുന്നത് പ്രസിഡൻസി ആർമിയാണ്. അത് 1895 ഇന്ത്യൻ ആർമി അതുവരെ ഒരു അതിൻ്റെ മുൻഗാമിയായിട്ട് അറിയപ്പെട്ടിരുന്നത് പ്രസിഡൻസി ആർമിയാണ്. അത് 1774 രൂപീകരിച്ചത്. ഓക്കെ, ഇനി ആരാണ് ഫാദർ ഓഫ് ഇന്ത്യൻ ആർമി? മേജർ സ്റ്റിങ്ങർ ലോറൻസ് ആണ് ഇന്ത്യൻ ആർമിയുടെ ഫാദർ. ഓക്കെ, ഇനി ബിഫോർ ഇൻഡിപെൻഡൻസിന് മുൻപ് എന്താണ് ഇന്ത്യൻ ആർമിയുടെ ഹെഡ് അറിയപ്പെട്ടിരുന്നത്? ചീഫ് കമാൻഡൻറ്റ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു ഇന്ത്യയുടെ ചീഫ് കമാൻഡൻറ്റ് ആരായിരുന്നു? ഇന്ത്യയുടെ ചീഫ് കമാൻഡൻറ്റ് എന്നറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻ്റാണ് അല്ലേ? പക്ഷേ അതെപ്പോഴാണ് ഇന്ത്യൻ പ്രസിഡൻറ്റ്? ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന് ശേഷമാണ് ഇന്ത്യയുടെ എല്ലാ സൈന്യത്തിൻ്റെയും സർവ്വസൈന്യാധിപൻ ചീഫ് കമാൻഡൻറ്റ് എന്നറിയപ്പെടുന്നത് പ്രസിഡൻ്റാണ്. പക്ഷേ അതിനു മുൻപ്, സ്വാതന്ത്ര്യത്തിന് മുൻപ്, ബിഫോർ ഇൻഡിപെൻഡൻസ് ദ ഹെഡ് ഓഫ് ഇന്ത്യൻ ആർമിയുടെ ഹെഡ് അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലായിരുന്നു? ചീഫ് കമാൻഡൻറ്റ് എന്നായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ചീഫ് കമാൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ഫോഴ്സസിൻ്റെയും കമാൻഡൻറ്റ് എന്ന് പറയുന്നത് രാഷ്ട്രപതിയാണ്. ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന് മുൻപ് അതിൻ്റെ ഹെഡിനെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ചീഫ് കമാൻഡൻ്റ് ആയിരുന്നു. ഓക്കെ,
ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസിൻ്റെ ഇന്ത്യയുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത്, ഇന്ത്യൻ ഇൻഡിപെൻഡൻസിൻ്റെ ആ സമയത്ത് ആരായിരുന്നു 1947 ആരായിരുന്നു ചീഫ് കമാൻഡൻറ്റ്, സർവ്വസൈന്യാധിപൻ എന്നായിരുന്നു അറിഞ്ഞിരുന്നത്. ആ പോസ്റ്റ് ഹെഡ് ഓഫ് ആർമി ഈസ് നോൺ ആസ് ചീഫ് കമാൻഡൻറ്റ് ആയിരുന്നു അല്ലേ. ആരായിരുന്നു അന്ന് ആ സമയത്തെ ആരായിരുന്നു ചീഫ് കമാൻഡൻറ്റ്? ഈ ചീഫ് കമാൻഡൻ്റ് ആരായിരുന്നു ചീഫ് കമാൻഡൻറ്റ്? റോയ് ബുച്ചർ ആയിരുന്നു. ആരായിരുന്നു? ഇന്ത്യൻ ഇൻഡിപെൻഡൻസിൻ്റെ സമയത്ത് ആരായിരുന്നു? റോയ് ബുച്ചർ ആയിരുന്നു. ഇൻഡിപെൻഡൻസിൻ്റെ സമയത്ത് ജനറൽ റോബർട്ട് ലോക്ക്ഹാർട്ട്. ആരായിരുന്നു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് റോബർട്ട് ലോക്ക്ഹാർട്ട് ആയിരുന്നു ചീഫ് കമാൻഡൻറ്റ് ഓഫ് ഇന്ത്യൻ ആർമി. സ്വാതന്ത്ര്യം കിട്ടിയതിന് സമയത്ത്, സ്വാതന്ത്ര്യത്തിന് ശേഷം ആരായിരുന്നു ചീഫ് കമാൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ, ചീഫ് കമാൻഡൻറ്റ് എന്നുള്ള പോസ്റ്റ് മാറ്റണം അല്ലേ. എന്താ മാറ്റണ്ടേ? ആ പേര് മാറ്റിയിട്ട് നമ്മൾ എന്തായി, ആ പേര് ചീഫ് കമാൻഡൻറ്റ് എന്നുള്ള പേര് മാറ്റിയിട്ട് ഹെഡിൻ്റെ ഇന്ത്യൻ ആർമിയുടെ പേര് ചീഫ് കമാൻഡൻറ്റ് അതെന്തായി മാറി? ഇപ്പോൾ നമ്മൾ അറിയപ്പെടുന്നത് ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന് ശേഷം ഹെഡ് ഓഫ് ഇന്ത്യൻ ആർമി ഈസ് നോൺ ആസ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ്. നേവിയുടെ ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ്, എയർഫോഴ്സിൻ്റെ ചീഫ് ഓഫ് എയർഫോഴ്സ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ എന്താണ് ആദ്യത്തെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തെ ചീഫ് കമാൻഡർ ആരായിരുന്നു? റോബർട്ട് ലോക്ക്ഹാർട്ട് ആയിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം ആ പോസ്റ്റ് മാറി ചീഫ് ഓഫ് ആർമി സ്റ്റാഫായി. അവസാനത്തെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് അല്ലെങ്കിൽ നമ്മുടെ ഈ പോസ്റ്റ് ഹെഡ് ഓഫ് അവസാനത്തെ ഇന്ത്യക്കാരനല്ലാത്ത ആർമിയുടെ ഹെഡ് ആരാന്ന് ചോദിച്ചാൽ ആരായിരിക്കും? സ്വാതന്ത്ര്യത്തിന് ശേഷം ആ പോസ്റ്റ് പദവി വഹിച്ചിരുന്നത് റോയ് ബുച്ചർ ആയിരുന്നു. അദ്ദേഹമാണ് ലാസ്റ്റ് നോൺ ഇന്ത്യൻ ഹെഡ് ഓഫ് ഇന്ത്യൻ ആർമി, അവസാനത്തെ ഇന്ത്യൻ ആർമിയുടെ ഹെഡ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഫസ്റ്റത്തെ ഹെഡ് ആരായിരുന്നു? ഫാദർ എന്നറിയപ്പെടുന്ന മേജർ സ്റ്റിംഗർ ലോറൻസ് ആണ്. ഓക്കെ, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഇൻഡിപെൻഡൻസിൻ്റെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവുമ്പോൾ 1945 ആ സമയത്തെ ചീഫ് കമാൻഡൻറ്റ് ജനറൽ റോബർട്ട് ലോക്ക്ഹാർട്ട് ആയിരുന്നു. ആ സമയത്തെ ചീഫ് കമാൻഡൻ്റ് അറിയപ്പെടുന്നത് ഇന്ത്യൻ കരസേനയുടെ ഹെഡായിരുന്നു. അതിനുശേഷം അപ്പോൾ പോസ്റ്റ് മാറി ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് എന്നായി. അപ്പോൾ ഇന്ത്യയുടെ അവസാനത്തെ ഇന്ത്യക്കാരനല്ലാത്ത ആർമി സ്റ്റാഫ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ റോയ് ബുച്ചറാണ്. ഓക്കെ, ഇൻഡിപെൻഡൻസിന് ശേഷം ആ പോസ്റ്റ് മാറിയിരുന്നു ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് എന്നായിരുന്നു. ഓക്കെ, ഇനി ആരായിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം ആഫ്റ്റർ ഗെറ്റിംഗ് ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം ആരായിരുന്നു? റോയ് ബുച്ചർ ആയിരുന്നു അല്ലേ. അത് അവസാനത്തെ ഇന്ത്യക്കാരനല്ലാത്ത ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആയിരുന്നു. ഇനി ആദ്യത്തെ ഇന്ത്യക്കാരനായിട്ടുള്ള ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് കരസേനാ മേധാവിയായിരുന്നു നമ്മുടെ ജനറൽ കെ എം കരിയപ്പ ഈസ് നോൺ ആസ് കിപ്പർ എന്നറിയപ്പെടുന്ന കരസേനാ മേധാവിയായിരുന്നു കെ എം കരിയപ്പ. ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യത്തെ ആരാണ്? കരസേനാ മേധാവിയാണ്. ചീഫ് ഓഫ് ആർമി സ്റ്റാഫായിരുന്നു കെ എം കരിയപ്പ അല്ലേ. അദ്ദേഹത്തെ അപ്പോയിൻ്റ് ചെയ്തത്, കരസേനാ മേധാവിയായിട്ട് അപ്പോയിൻ്റ് ചെയ്ത ഡേറ്റ് ഓർക്കുക, 1949 ജാനുവരി 15 അതുകൊണ്ടാണ് ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു കരസേനാ മേധാവി ആദ്യമായി പദവിയിൽ വന്ന ആ ദിവസമാണ് ഇത് January 15. അതാണ് നമ്മുടെ കരസേനാ ദിനം ഓർ ഇന്ത്യൻ ആർമിയുടെ എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ആർമിയുടെ കരസേനാ ദിനമാണ് January 15. ക്ലിയർ? ഓക്കെ, ഇനി നമുക്കറിയേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്, കറണ്ട് അഫെയർസിൽ വരുന്ന ക്വസ്റ്റ്യനാണ്. ഓൾറെഡി നമ്മൾ ന്യൂ അപ്പോയിൻമെൻറ്റ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന കറണ്ട് അഫെയർസിൻ്റെ ടോപ്പിക്കിൽ മെൻഷൻ ചെയ്തതാണ്. ആരാണ് ഇപ്പോഴത്തെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ്? പ്രസൻറ്റ് കരസേനാ മേധാവി ആരാണ്? എന്തുകൊണ്ടാണ് നമ്മൾ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് എന്ന് പറയുന്നത്? ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആ പോസ്റ്റ് പറഞ്ഞിരുന്നു. അതെന്താണെന്നുള്ളത് നമ്മൾ ആ പോസ്റ്റിൻ്റെ പ്രത്യേകത എന്താണ്, ആ പേരെങ്ങനെ വന്നു എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നില്ല. അപ്പോൾ ഇവിടെ പറയുന്നു ഇന്ത്യൻ കരസേനയുടെ ഹെഡ് അറിയപ്പെടുന്നത് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് എന്നാണ്. അതാരാണ്? ഇപ്പോഴത്തെ കരസേന മേധാവിയാണ്, ചീഫ് ഓഫ് ആർമി സ്റ്റാഫാണ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. എന്താണ് ജനറൽ എന്ന് പറയാൻ കാരണം? അത് നമുക്കിപ്പോൾ വഴിയോ പറയാം. ഓക്കെ,
ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ് ഇപ്പോഴത്തെ കരസേനാ മേധാവി. അദ്ദേഹം ജൂൺ 30, 2024 സ്ഥാനമേറ്റത്. ഓക്കെ, ഇനി ഈ റാങ്ക് ജനറൽ എന്ന് പറഞ്ഞു അല്ലേ, അതൊരു പദവിയാണ്, അതൊരു റാങ്കാണ്. ആ റാങ്ക് ഒരു 4 സ്റ്റാർ പോസ്റ്റാണ്. 4 സ്റ്റാർ ഒരു എന്താണ് പഞ്ചനക്ഷത്ര ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതുപോലെ ആ റാങ്ക് എന്ന് പറയുന്നത് 4 സ്റ്റാർ പോസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ആരായിരിക്കും 3 സ്റ്റാർ പദവിയിലുള്ള അതിൻ്റെ തൊട്ട് താഴെയുള്ളത്? ലഫ്റ്റനൻറ്റ് ജനറൽ എന്നുള്ള പോസ്റ്റാണ് 3 സ്റ്റാർ ആയിട്ട്. എങ്കിൽ 5 സ്റ്റാർ ആരായിരിക്കും? 5 സ്റ്റാർ പോസ്റ്റാണ്, 5 സ്റ്റാർ റാങ്കാണ് ഫീൽഡ് മാർഷൽ എന്ന് പറയുന്ന പദവിയാണ് 5 സ്റ്റാർ റാങ്കിലുള്ളത്. ഓക്കെ, 2 പേർക്ക് മാത്രമേ ഈ 5 സ്റ്റാർ പദവി കിട്ടിയിട്ടുള്ളൂ. അത് ഒന്ന് എന്ന് ഫസ്റ്റ് പേഴ്സൺ ഈസ് സാം മനേക്ഷാ ആൻഡ് ദ സെക്കൻഡ് പേഴ്സൺ ഈസ് നമ്മുടെ ആദ്യത്തെ ഇന്ത്യക്കാരനായിട്ടുള്ള കരസേനാ മേധാവി, ചീഫ് ഓഫ് ആർമി സ്റ്റാഫായിട്ടുള്ള KM കരിയപ്പ. അപ്പോൾ സാം മനേക്ഷാ കരസേനാ മേധാവി ആയത് 1949 ജനുവരി 15, അതുകൊണ്ടാണ് ആർമി ഡേ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഫസ്റ്റ് കിട്ടിയത് എന്തുകൊണ്ടാണ് 1971 പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തെ കരസേനാ മേധാവിയാണ് സാം മനേക്ഷയ്ക്കാണ് ഫസ്റ്റ് കിട്ടിയത്. സെക്കൻഡ് കിട്ടിയതാണ് KM കരിയപ്പ. അപ്പോൾ എന്താണ് ഇത് ഇങ്ങനെ വരാൻ കാരണം അല്ലേ? അപ്പോൾ അതിനൊരു ആൻസർ വേണം അല്ലേ? അതെന്താണ് ആൻസർ? അതായത് ഈ 5 സ്റ്റാർ പദവി എല്ലാവർക്കും കിട്ടുന്ന പദവിയല്ല. ഓക്കെ, എന്താ 5 സ്റ്റാർ പദവി? ഫീൽഡ് മാർഷൽ എന്നുള്ള പദവി എല്ലാവർക്കും ലഭിക്കില്ല. അത് ആർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ? യുദ്ധത്തിൽ വലിയ വലിയ യുദ്ധങ്ങളിൽ പങ്കെടുത്ത വിരമിച്ചവർക്ക് കിട്ടുന്ന പദവിയാണ്. അതെങ്ങനെയാണ് കിട്ടുന്നത്? അത് കേന്ദ്ര മന്ത്രിസഭയൊക്കെ കൂടിയിട്ട് ഒരു ശുപാർശ നൽകും. അതായത് നല്ല ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് നടത്തിയിട്ടുള്ളവർക്ക്, കരസേന മേധാവികൾക്ക് ഒരു സ്റ്റാർ എക്സ്ട്രാ കൊടുത്തിട്ട് അവർ വിരമിച്ചതിന് ശേഷമൊക്കെ ആയിരിക്കും ലഭിക്കുക. അങ്ങനെ ലഭിക്കുന്ന പദവിയാണ് 5 സ്റ്റാർ പദവി. അങ്ങനെ ലഭിച്ച ഒരു 2 പേരേ ഉള്ളൂ. ആരാണ്? സാം മനേക്ഷായും നമ്മുടെ ആദ്യത്തെ കരസേന മേധാവിയായിട്ടുള്ള KM കരിയപ്പ. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ഒരു ഫീൽഡ് മാർഷൽ 5 സ്റ്റാർ പദവി കൊടുത്തത് സാം മനേക്ഷയ്ക്കാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? 1971 ഇയർ ഒന്ന് നോട്ട് ചെയ്യുക. 1971 ഫേമസ് ആയിട്ടുള്ള ഇന്ത്യ പാക് വാർ നടന്ന സമയത്ത് എന്താണ് ബംഗ്ലാദേശ് ലിബറേഷൻ അല്ലേ? പാകിസ്ഥാനിലെ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശൊക്കെ ഒരു ഇൻഡിപെൻഡൻസിന് മുൻപ് ഒരുമിച്ചായിരുന്നു. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഇന്ത്യയും പാകിസ്ഥാനായി. പിന്നെ 70s ഇന്ത്യ പാക് വാർ യുദ്ധം നടന്നു അല്ലേ? ഇന്ത്യ പാക്കായിട്ട് യുദ്ധം ചെയ്തത് എന്തിനാണ്? അവിടെയുള്ള ബംഗ്ലാദേശ് ലിബറേഷൻ പാർട്ടി ബംഗ്ലാദേശിൻ്റെ ലിബറേഷന് വേണ്ടിയായിരുന്നു, മോചനത്തിന് വേണ്ടിയായിരുന്നു ഇന്ത്യ പാകിസ്ഥാനായിട്ട് യുദ്ധം ചെയ്തിട്ട് എന്താ ഉണ്ടായത്? ബംഗ്ലാദേശ് മോചിതയായി. ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ പുതിയൊരു കൺട്രി രൂപം കൊണ്ടു അല്ലേ? അപ്പോൾ ആ ഇന്ത്യൻ ആർമീനെ നയിച്ചത് ആ സമയത്ത് സാം മനേക്ഷാ ആണ്. 93,000ഓളം സൈനികർ അദ്ദേഹത്തിന് മുന്നിൽ കീഴടങ്ങി. ഇന്ത്യൻ കരസേനാ മേധാവിയുടെ മുൻപിൽ അടിയറവ് പറഞ്ഞു പാക് സൈനികർ. പിന്നെ അതൊരു 11 ദിവസം നീണ്ട ആ യുദ്ധത്തിലൂടെയാണ് നമ്മൾ ധാക്കനെ, ഇന്ത്യൻ ആർമി ധാക്ക എന്ന് പറയുന്നത് നമ്മുടെ അറിയാം ബംഗ്ലാദേശിൻ്റെ ക്യാപിറ്റൽ വളഞ്ഞ് എന്തുണ്ടായത്? അവരെ പാകിസ്ഥാനിൽ നിന്ന് മോചിപ്പിച്ചു. ഓക്കെ, അപ്പോൾ ഒഫീഷ്യലി നമ്മളെ കേന്ദ്ര മന്ത്രിസഭയൊക്കെ കൂടിയിട്ട് ശുപാർശ ചെയ്തു നമുക്ക് ഫീൽഡ് മാർഷൽ പദവി കൊടുക്കാനായിട്ട് സാം മനേക്ഷാ അല്ലേ? അപ്പോൾ ഇത് യുദ്ധത്തിൽ പങ്കെടുത്ത് വിരമിച്ചവർക്ക് സ്പെഷ്യലായിട്ടുള്ള ആളുകൾക്കാണ് ഫീൽഡ് മാർഷൽ പദവി ലഭിക്കുകയുള്ളൂ. അത് ലഭിച്ചിട്ടുള്ള 2 പേരാണ് സാം മനേക്ഷാ. ഫസ്റ്റ് കൊടുത്തത് സാം മനേക്ഷയ്ക്കാണ്. അതിനുശേഷം പിന്നീടാണ് ഫസ്റ്റ് കരസേനാ മേധാവിയായിട്ടുള്ള KM കരിയപ്പയ്ക്ക് ഫീൽഡ് മാർഷൽ പുരസ്കാരം കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ? ഇന്ത്യൻ ആർമിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഇത്രയും പോയിൻറ്റ്സ് ക്ലിയറായി. ഇനി നമ്മൾ വിമൺ ഇൻ ഇന്ത്യൻ ആർമി, വനിതകൾ അല്ലെ, ഇന്ത്യൻ ആർമിയിലുള്ള വനിതകളെ കുറിച്ചുള്ള പ്രത്യേകതകളാണ് പറയുന്നത്. ഇന്ത്യൻ വനിതകളിൽ ഏറ്റവും ഹയസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുള്ള ഇന്ത്യൻ ആർമി ഇന്ത്യൻ വിമൺ ആരാണ്? അതായത് 3 സ്റ്റാർ പദവിയാണ് ലഭിച്ചത്. 3 സ്റ്റാർ പദവി ഏതാണ്? ലഫ്റ്റനൻറ്റ് ജനറൽ പദവി ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരെയാണ്. ആരാണ്? ലഫ്റ്റനൻറ്റ് ജനറൽ പുനീത അനോറ. ഓക്കെ, ഇതിൽ നമ്മൾ ഡിഫറെൻറ്റ് റാങ്കുകളുണ്ട് കേട്ടോ. ഫീൽഡ് മാർഷൽ, ജനറൽ പറഞ്ഞല്ലേ, ലഫ്റ്റനൻറ്റ് ജനറൽ, അങ്ങനെ കാറ്റഗറീസ് ഉണ്ട്, ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ട്. അത് നമുക്കൊരു വേറൊരു വീഡിയോസിൽ ആ പോസ്റ്റുകൾ പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫീൽഡ് മാർഷൽ പറഞ്ഞത് 5 സ്റ്റാർ ആണ്, അതെല്ലാവർക്കും കിട്ടില്ല. പിന്നെ
ജനറൽ കഴിഞ്ഞിട്ട് പറഞ്ഞതാണ് ലെഫ്റ്റനൻറ്റ് ജനറൽ. അപ്പോൾ 3rd സ്റ്റാർ ഉള്ള ഒരു റാങ്ക് ലഭിച്ചിട്ടുള്ള ഒരു വനിതയാണ്, ഹയസ്റ്റ് റാങ്ക് ലഭിച്ചിട്ടുള്ള വനിതയാണ്, 3 സ്റ്റാർ റാങ്ക് ലഭിച്ചിട്ടുള്ള വനിതയാണ്. ഈ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ 3 തരത്തിൽ ചോദിച്ചാലും ഒരേ ഒരു ആൻസറാണ്. ആരാണ്? ലെഫ്റ്റനൻറ്റ് ജനറൽ പുനിത അറോറ. ഓക്കെ, ഇനി ഫസ്റ്റ് വുമൺ ജവാൻ ആരാണെന്ന് ചോദിച്ചാൽ ശാന്തി ടിക്ക ആണ്. ശാന്തി ടിക്കയാണ് ആദ്യത്തെ വനിതാ ജവാനായിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ഇന്ത്യൻ കരസേനയിലെ മരുഭൂമിയിലെ വ്യൂഹം ഡെസേർട്ട് കോബ്സ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ജോധ്പൂർ, രാജസ്ഥാനിലെ ജോധ്പൂറാണ് ഡെസേർട്ട് കോബ്സ്. ഇന്ത്യൻ കരസേനയിലെ ഡെസേർട്ട് കോബ്സ് എന്ന് പറയുന്നത് മരുഭൂമിയിലുള്ള ഇന്ത്യൻ കരസേനയുടെ വ്യൂഹം കോബ്സ് എന്ന് പറയുന്നത് എവിടെയാണ്? ജോധ്പൂർ, രാജസ്ഥാനിലെ ജോധ്പൂറാണ്. ഓക്കെ, ഇനി ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യൻ കരസേനയുടെ ഇന്ത്യൻ ആർമിയുടെ എയർപോർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഫർഗോർ എയർപോർട്ടാണ്. തജിക്കിസ്ഥാനിലുള്ള ഫർഗോർ എയർപോർട്ടാണ് ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യൻ ആർമിയുടെ എയർപോർട്ട്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യൻ ആർമിയുടെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ ഇന്ത്യ മൊത്തം ഒരു വൈഡ് ഏരിയ ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് ഇന്ത്യൻ ആർമിയുടെ ഓരോ സോണിനെയും ഡിഫറെൻറ്റ് സോണായിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാ ഭാഗവും കൺട്രോൾ ചെയ്യാനായിട്ട്, അല്ല, ഇന്ത്യ മൊത്തം ഒരു ആ കൺട്രോളിങ് എന്തിനാണ്? അതിൻ്റെ പ്രവർത്തനം സുഗമമാക്കുവാൻ വേണ്ടിയിട്ട് 7 കമാൻഡുകളായിട്ട് 7 സോണുകളായിട്ട് അതിനെ തരംതിരിച്ചിട്ടുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ്? ഫസ്റ്റ് നമുക്ക് സദേൺ സോണിലേക്ക് തുടങ്ങാം. ഇതാണ് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഓക്കെ, അപ്പോൾ നോക്കുക, ശ്രദ്ധിക്കുക, ഈ ഫിഗർ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം. സദേൺ കമാൻഡ്, ഇന്ത്യൻ ആർമിയുടെ സദേൺ കമാൻഡ് എന്നറിയപ്പെടുന്നത് സൗത്ത് ഇന്ത്യ. അങ്ങനെ പ്രതീക്ഷിക്കരുത്. ഇവിടെ ഒരു ആരാണ്? പുനെ, മഹാരാഷ്ട്ര. സദേൺ കമാൻഡ് ഈസ് ഇൻ പുനെ, മഹാരാഷ്ട്ര. ഈസ്റ്റേൺ കമാൻഡ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആൾ തന്നെയാണ് കൊൽക്കട്ട. നോർത്തേൺ കമാൻഡ് എന്ന് പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലെ ഉധംപൂരാണ്. ഓക്കെ, വെസ്റ്റേൺ കമാൻഡ് എന്നറിയപ്പെടുന്നത് പഞ്ച്കുള, ഹരിയാനയിലുള്ള ചണ്ഡി മന്ദിറാണ്. ഓക്കെ, ഇതാണ് ഹരിയാനയിലെ പഞ്ച്കുള ചണ്ഡി മന്ദിർ എവിടെ? പഞ്ച്കുളയിൽ, ഹരിയാനയിലാണ് വെസ്റ്റേൺ കമാൻഡ്. ഇനി സൗത്ത് വെസ്റ്റേൺ കമാൻഡ്. ഓക്കെ, വെസ്റ്റേൺ കഴിഞ്ഞു, സദേൺ കഴിഞ്ഞു, ഈസ്റ്റേൺ കഴിഞ്ഞു, നോർത്തേൺ. സൗത്ത് വെസ്റ്റേൺ എവിടെയാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ജയ്പൂറാണ്, ജയ്പൂർ. ഓക്കെ, നെക്സ്റ്റ് സെൻട്രൽ കമാൻഡ് ഏതാണെന്ന് ചോദിച്ചാൽ ലക്നൗ ആണ്. ഓക്കെ, അപ്പോൾ 6 കമാൻഡുകളായി. എങ്കിൽ 7th കമാൻഡ് ഈസ് എ ട്രെയിനിങ് കമാൻഡ്. ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു കമാൻഡാണ് ഷിംല, ഹിമാചൽ പ്രദേശാണ്. ഓക്കെ, അപ്പോൾ 7 കമാൻഡ്സ്. സദേൺ കമാൻഡ് തെറ്റിക്കരുത്, പുനെ, മഹാരാഷ്ട്ര. ഈസ്റ്റേൺ കൊൽക്കട്ട. നോർത്തേൺ നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിലെ ഉധംപൂറാണ്. ആൻഡ് വെസ്റ്റേൺ കമാൻഡ് എന്ന് പറയുന്നത് ഹരിയാന, പഞ്ച്കുള, ചണ്ഡി മന്ദിർ. ഓക്കെ, ഇനി സെൻട്രൽ കമാൻഡ് ഈസ് പ്രസൻറ്റ് ഇൻ ലക്നൗ. ഓക്കെ, നെക്സ്റ്റ് 7th കമാൻഡ് ഈസ് എ ട്രെയിനിങ് കമാൻഡ് വിച്ച് ഈസ് ലൊക്കേറ്റഡ് ഇൻ ഷിംല, ഹിമാചൽ പ്രദേശ്. ഓക്കെ, ഇനി 3 സായുധ സേനകൾ: കരസേന, വ്യോമസേന, നേവി, ആർമി ആൻഡ് എയർഫോഴ്സ്. ഈ 3 കമാൻഡുകളും പ്രവർത്തിക്കുന്ന ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു കമാൻഡ് ഉണ്ട്. അത് 2001 ഫോം ചെയ്തത്. അത് ആൻഡമാൻ ആൻഡ് നിക്കോബാറിലാണ്. ഓക്കെ, 3 സേനകളും ഒരുമിച്ച് ഒരു സ്ഥലത്ത് കമ്പൈൻഡ് ആയിട്ട് ട്രൈ കമാൻഡ് എന്നറിയപ്പെടും. അത് ആൻഡമാൻ നിക്കോബാറിലാണ്. അത് എന്നാണ് ഫോം ചെയ്തത്? 2001. ഓക്കെ, ഇനി കുറച്ച് സൈനിക താവളങ്ങളെക്കുറിച്ച് പറയാം. കുറച്ചല്ല, കേരളത്തിലെ ഒരേ ഒരു സൈനിക താവളമാണ്. അതെവിടെയാണ് കാണപ്പെടുന്നത്? കണ്ണൂരാണ്. ഓക്കെ, ഏറ്റവും പഴയ റെജിമെൻ്റ് ഏതാണ് ഇന്ത്യൻ ആർമിയുടെ എന്ന് ചോദിച്ചാൽ മദ്രാസാണ്. ഓക്കെ, ആയുധ നിർമ്മാണ ഫാക്ടറി, അതായത് ഇന്ത്യൻ ആർമിയുടെ ആയുധ നിർമ്മാണ ഫാക്ടറി വിച്ച് ഈസ് നോൺ ആസ് ഓർഡിനൻസ് ഫാക്ടറി എന്നറിയപ്പെടും. ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ കൊൽക്കട്ടയിലെ കോഷിപ്പൂരിലാണ്. ആയുധങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറി ഇന്ത്യൻ ആർമിയുടെ എവിടെയാണ്? ഓർഡിനൻസ് ഫാക്ടറി എവിടെയാണ്? കൊൽക്കട്ടയിലെ കോസിപ്പൂരിലാണ്. ഓക്കെ, ഇതിൻ്റെ പഴയ നെയിം എന്താണെങ്കിൽ ഗൺ ഷെൽ ഫാക്ടറി എന്നാണ്. ഇന്ത്യൻ ആയുധ നിർമ്മാണ ഫാക്ടറിയുടെ മുൻപ് ഉണ്ടായിരുന്ന പേര് ഗൺ ഷെൽ ഫാക്ടറി എന്നാണ്. ഇത് കൊൽക്കട്ടയിലെ കോസിപ്പൂരിലാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത്രയുമാണ് ഇന്ത്യൻ ആർമിയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ January 15 ബൽദേവ് സിംഗ്, ഫസ്റ്റ് ഡിഫൻസ് മിനിസ്റ്റർ; രാജ്നാഥ് സിംഗ്, പ്രസൻറ്റ് ഡിഫൻസ് മിനിസ്റ്റർ. ഓക്കെ, ആൻഡ് അതിൻ്റെ നമ്മുടെ ഇന്ത്യൻ കരസേനയുടെ ഹെഡിനെ പറയുന്ന പേരാണ് എന്താണ്?
ചീഫ്, എന്താണ് ആ പോസ്റ്റിൻ്റെ പേര്? ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് അല്ലേ? ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് എന്നാണ് പേര്. ഇപ്പോഴത്തെ ഫസ്റ്റ് ഇന്ത്യക്കാരനായിട്ടുള്ള ചീഫ് ഓഫ് ആർമി സ്റ്റാഫാണ് KM കരിയപ്പ. ഇപ്പോഴത്തെ ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ്. ഓക്കെ, ക്ലിയർ? ഇത്രയും പോയിൻറ്റ്സ് വൃത്തിയായിട്ട് പഠിക്കുക. നെക്സ്റ്റ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് ഫോഴ്സ് ഇന്ത്യൻ നേവി. ഓക്കെ, 1612 സെപ്റ്റംബർ 15 സെപ്റ്റംബർ 5 നമ്മുടെ ടീച്ചേഴ്സ് ഡേ ഉണ്ട് അല്ലേ? അന്നാണ് ഇത് രൂപീകരിച്ചത്. 1895 നമ്മുടെ കരസേന രൂപീകരിച്ചതുപോലെ തന്നെ 1612 സെപ്റ്റംബർ 5 ഇത് രൂപീകരിച്ചത്. പക്ഷേ ഇന്ത്യൻ നേവി ഡേ എന്നറിയപ്പെടുന്നത് എന്നാണ്? ഡിസംബർ 4, 1971 ഒരു പ്രത്യേകതയുണ്ട്. 1971 ഡിസംബർ 4 ഒരു ചീഫ് ഓഫ് നേവി സ്റ്റാഫ് പോസ്റ്റ് ചെയ്തു. ആ ദിവസമാണ് ഡിസംബർ 4 എന്തറിയപ്പെടുന്നത്? നേവി ഡേ എന്നറിയപ്പെടുന്നത്. ഡിസംബർ 4, ജനുവരി 15 ആർമി ഡേ, നേവി ഡേയ്സ് ഡിസംബർ 4. ഓക്കെ, ഫസ്റ്റ് ഇന്ത്യൻ ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് എന്നറിയപ്പെടുന്നത് ആരാണ്? അഡ്മിറൽ RD കത്താരി. അഡ്മിറൽ, അപ്പോൾ പോസ്റ്റ് നോക്കുക, ജനറൽ, ഫീൽഡ് മാർഷൽ എന്നൊക്കെ പറഞ്ഞു നമ്മൾ അല്ലേ? ലഫ്റ്റനൻറ്റ് ജനറൽ അത് ആർമിയുടെ ആയിരുന്നു. ഇവിടെ നമ്മൾ പോസ്റ്റ് റാങ്ക് അഡ്മിറലാണ്. അഡ്മിറൽ RD രാംദാസ് കത്താരി ആണ് ഇന്ത്യക്കാരനായിട്ടുള്ള ഫസ്റ്റ് ചീഫ് ഓഫ് നാവൽ സ്റ്റാഫ്. ഓക്കെ, ഇനി ഇതിന് 3 കമാൻഡ്സ് ആണുള്ളത്. ഓക്കെ, ആരാണ് 3 കമാൻഡ്സ്? ഏതൊക്കെയാണ് 3 കമാൻഡ്സ്? 3 കമാൻഡ്സുകളാണ്. ഏതൊക്കെയാണ് 3 കമാൻഡ്സ്? ഏതൊക്കെയാണ് 3 കമാൻഡ്സ്? ഫസ്റ്റ് സദേൺ കമാൻഡ് അല്ലേ? നമുക്കറിയാം ഈ ഇന്ത്യൻ നേവിയാണ്. അപ്പോൾ നേവി പറയുമ്പോൾ ഓഷ്യൻ, കടൽ ഉള്ള ഭാഗത്താണ് ഉണ്ടാവുക, പെനിൻസുലാർ റീജിയനിലാണ് ഉണ്ടാവുക. മുകളിൽ നമ്മുടെ ടോപ്പിൽ നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരാണ്, ഹിമാലയമാണ് അല്ലേ? അപ്പോൾ 3 അടിയിലുള്ള 3 ഭാഗം ഏതൊക്കെയാണ്? സദേൺ കൊച്ചി, ഈസ്റ്റേൺ ഓഫ് കോഴ്സ് കൊൽക്കട്ടയല്ല, വിശാഖപട്ടണം ആന്ധ്രാപ്രദേശ്, വിശാഖപട്ടണമാണ്. വെസ്റ്റേൺ കമാൻഡ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് മുംബൈയാണ്. ഏതൊക്കെയാണ്? അപ്പോൾ 3 കമാൻഡുകളേ ഉള്ളൂ. 7 കമാൻഡ് ആർമിക്ക്, 3 കമാൻഡ് നേവിക്ക് ആൻഡ് 7 കമാൻഡ് ആർക്കാണ്? എയർഫോഴ്സസിനുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിന് 3 ഉള്ളൂ. കൊച്ചി സദേൺ കമാൻഡ്, വെസ്റ്റേൺ കമാൻഡ് വിശാഖപട്ടണം ആന്ധ്രാപ്രദേശ് ഈസ്റ്റേൺ കമാൻഡ് വിശാഖപട്ടണം ആന്ധ്രാപ്രദേശ് ആൻഡ് വെസ്റ്റേൺ കമാൻഡ് മുംബൈ. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഇനി നമ്മൾ ഒരു പോയിന്റ് കൂടെ വിട്ട്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കറണ്ട് അഫയേഴ്സിൽ വരുന്നതാണ്. പ്രസൻറ്റ് ഹെഡ് ഓഫ് ഇന്ത്യൻ നാവികസേനയുടെ ഇപ്പോഴത്തെ ഹെഡ്. ചീഫ് ഓഫ് എന്താ പോസ്റ്റ് പറയുമ്പോൾ? പ്രസൻറ്റ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആയിരുന്നു. ഇവിടെ നമ്മൾ എന്ത് പറയും? നേവൽ സ്റ്റാഫ് അല്ലേ? എന്താണ്? ഹെഡാണ്. ഇന്ത്യൻ നേവിയുടെ ഹെഡിനെ പറയുന്ന പേര് ചീഫ് കമാൻഡൻ്റ് എന്നൊന്നും അല്ല. എന്താണ്? സർവ്വസൈന്യാധിപൻ പ്രസിഡൻ്റാണ്. എന്താ പറയുക? ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ്, ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് എന്ന് പറഞ്ഞ പോലെ അല്ലേ? അപ്പം ഫസ്റ്റ് ഇന്ത്യക്കാരനായിട്ടുള്ള ആൾ ആരായിരുന്നു? RD കത്താരി ആയിരുന്നു. ഇപ്പോഴത്തെ ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? നമ്മൾ പോസ്റ്റ് ശ്രദ്ധിക്കുക. അഡ്മിറൽ ദിനേശ് കുമാർ. വെരി 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 ഇമ്പോർട്ടൻറ്റ്. അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി. ദിനേശ് കുമാർ ത്രിപാഠിയാണ് പ്രസൻറ്റ് ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ആരായിരുന്നു പ്രസൻറ്റ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ്? ആരായിരുന്നു പ്രസൻറ്റ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ്? ഉപേന്ദ്ര ദ്വിവേദി. ഓക്കെ, ഇനി പ്രസൻറ്റ് ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് ഈസ് ആരാണ്? ദിനേശ് കുമാർ ത്രിപാഠി. ദ്വിവേദി ആരായിരുന്നു? ദ്വിവേദി ആരായിരുന്നു? തെറ്റരുത്. ദ്വിവേദി ആയിരുന്നു. ഉപേന്ദ്ര ദ്വിവേദി ആയിരുന്നു കരസേന മേധാവി. നാവികസേന മേധാവിയാണ് ദിനേശ് കുമാർ ത്രിപാഠി. ഓക്കെ, ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് വി ഗോ ടു ദി ഇന്ത്യൻ എയർഫോഴ്സ്. ഇന്ത്യൻ എയർഫോഴ്സ് രൂപീകരിച്ചത് ഒക്ടോബർ
1932 ആണ് വ്യോമസേന ദിനം ഒക്ടോബർ 8. ജനുവരി 15 ഡിസംബർ 4 ആൻഡ് ഒക്ടോബർ 8. തെറ്റരുത്, ഓർഡർ തെറ്റരുത്. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ മോട്ടോ എന്ന് പറയുന്നത് ഗ്ലോറി ദാറ്റ് ടച്ചസ് ദ സ്കൈ. ഗ്ലോറി ദാറ്റ് ടച്ചസ് ദി സ്കൈ. ഇതിൽ മുൻപ് നമ്മൾ മോട്ടോ ഓഫ് ഇന്ത്യൻ നേവി പറഞ്ഞു, അത് പറയാൻ വിട്ടുപോയി. എന്തായിരുന്നു? മേ ദ ലോഡ് ഓഫ് വാട്ടർ ബി ഓസ്പീഷ്യസ് ഓൺ ടു അസ്. എന്താണ്? മേ ദ ലോഡ് ഓഫ് വാട്ടർ ബി ഓസ്പീഷ്യസ് ഓൺ ടു അസ് ആയിരുന്നു. ഓക്കെ, ഇനി ഇന്ത്യൻ വ്യോമസേനയുടെ മോട്ടോ ഗ്ലോറി ദാറ്റ് ടച്ചസ് ദ സ്കൈ. ആകാശം മുട്ടട്ടെ അല്ലേ, സന്തോഷം ആകാശം മുട്ടട്ടെ. ഗ്ലോറി ദാറ്റ് ടച്ചസ് ദ സ്കൈ ആണ് മോട്ടോ ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ്. ഫാദർ ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ് എന്നറിയപ്പെടുന്നത് സുബ്രതോ മുഖർജിയാണ്. ആരാണ്? സുബ്രതോ മുഖർജിയാണ് ഫാദർ ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ് എന്നറിയപ്പെടുന്നത്. സുബ്രതോ മുഖർജി. സ്റ്റിംഗർ ലോറൻസ് ഇന്ത്യൻ കരസേനയുടെ പിതാവ്. വ്യോമസേനയുടെ പിതാവ് ആരാണ്? സുബ്രതോ മുഖർജി. ഇനി പ്രസൻറ്റ് ചീഫ് ഓഫ് എയർ സ്റ്റാഫ് ആരാണെന്ന് ചോദിച്ചാൽ വെരി 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 ഇമ്പോർട്ടൻറ്റ്. 3 പ്രസൻറ്റ് മേധാവികളും നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, ആരായിരുന്നു? ഫസ്റ്റ് കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി ആൻഡ് ദിനേശ് കുമാർ ത്രിപാഠി ഈസ് ദ ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് ആൻഡ് ദ ചീഫ് ഓഫ് എയർ സ്റ്റാഫ് ഈസ് മാർഷൽ. പോസ്റ്റ് നോക്കുക, ജനറൽ പറഞ്ഞു, പിന്നെ നമ്മൾ പറഞ്ഞത് അഡ്മിറലാണ്. ഇവിടുത്തെ പോസ്റ്റ് ശ്രദ്ധിക്കുക, മാർഷൽ. ഫീൽഡ് മാർഷൽ അല്ല, എയർ ചീഫ് മാർഷൽ. ഫീൽഡ് മാർഷൽ എന്ന് പറയുന്നത് 5 സ്റ്റാറുള്ള പദവി നമ്മുടെ ഇന്ത്യൻ ആർമി കരസേനയിലെ, അതാണ് ഫീൽഡ് മാർഷൽ. ഓക്കെ, ഇത് ചീഫ് മാർഷൽ. അപ്പോൾ ജനറൽ പറഞ്ഞു, പിന്നെ ആരാ പറഞ്ഞത്? നമ്മൾ അഡ്മിറൽ പറഞ്ഞു. നാവികസേനയ്ക്ക് വ്യോമസേനയ്ക്ക് പറയുന്ന പോസ്റ്റിൻ്റെ പേരാണ് എന്താണ്? മാർഷൽ. ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് ഈസ് ദ പ്രസൻറ്റ് ചീഫ് ഓഫ് എയർ സ്റ്റാഫ്. അമർപ്രീത് സിംഗ്. ഓക്കെ, ഇനി ഇതിനും 7 കമാൻഡ്സ് ഉണ്ട്. ശ്രദ്ധിക്കുക, ആദ്യത്തെ കരസേന കമാൻഡായിട്ട് കൺഫ്യൂഷൻ വരരുത്. സെൻട്രൽ. ഓക്കെ, ഫസ്റ്റ് കരസേന കമാൻഡ് നമ്മൾ സൗതേൺ കരസേന കമാൻഡ് ഏതായിരുന്നു പറഞ്ഞത്? സതേൺ കരസേന കമാൻഡ് അല്ലേ. സതേൺ പറഞ്ഞത് പുനെ ആയിരുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, തെറ്റരുത്. നമ്മുടെ വ്യോമസേനയുടെ സതേൺ കമാൻഡ് എന്ന് പറയുന്നത് ട്രിവേൻഡ്രമാണ്. ഓക്കെ, ഇനി നോർത്തേൺ. ആരാണ് നോർത്തേൺ കമാൻഡ്? ഇല്ല. ശ്രദ്ധിക്കുക, നോർത്തേൺ കമാൻഡ് ഇല്ല. ഓക്കെ, വ്യോമസേനയ്ക്ക് നോർത്തേൺ കമാൻഡ്, ഹിമാലയത്തിൽ ആ ഭാഗത്തായിട്ട് നോർത്തേൺ കമാൻഡ് ഇല്ല. ഇനി സതേൺ കഴിഞ്ഞു, നോർത്തേൺ ഇല്ല. ഈസ്റ്റേൺ എവിടെയാണ്? ഷില്ലോങ്, മേഘാലയയിലെ ഷില്ലോങ് ആണ് ഈസ്റ്റേൺ കമാൻഡ്, കൊൽക്കട്ടയല്ല. ഇനി വെസ്റ്റേൺ കമാൻഡ് ഏതാണ്? ന്യൂഡൽഹിയാണ്. ഓക്കെ, ശ്രദ്ധിക്കുക, തെറ്റില്ലല്ലോ. അവിടെ നമ്മൾ പറഞ്ഞു കരസേനയുടെ സതേൺ കമാൻഡ് പൂനെ ആയിരുന്നു, ഈസ്റ്റേൺ കമാൻഡ് കൊൽക്കട്ടയായിരുന്നു, നോർത്തേൺ കമാൻഡ് ഉണ്ട്, അത് എവിടെയായിരുന്നു? ഉദ്ധംപൂർ, ജമ്മു കാശ്മീർ ആയിരുന്നു. വെസ്റ്റേൺ കമാൻഡ് ഹരിയാന ആയിരുന്നു. സൗത്ത് വെസ്റ്റേൺ കമാൻഡ് ജയ്പൂർ ആയിരുന്നു. സെൻട്രൽ കമാൻഡ് ലക്നൗ ആയിരുന്നു അല്ലേ. പിന്നെ ട്രെയിനിങ് കമാൻഡ് ഷിംല. ഇനി ഇതായിട്ട് തെറ്റരുത്, വ്യോമസേനയുടെ 7 കമാൻഡുകളുണ്ട്. ഫസ്റ്റ് നോർത്തേൺ കമാൻഡ് ഇല്ല. സതേൺ കമാൻഡ് എന്ന് പറയുന്നത് ട്രിവേൻഡ്രമാണ്. ഇനി ഈസ്റ്റേൺ കമാൻഡ് എന്ന് പറയുന്നത് ഷില്ലോങ് ആണ്. വെസ്റ്റേൺ കമാൻഡ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. ഇനി സെൻട്രൽ കമാൻഡ് എന്ന് പറയുന്നത് ഉത്തർപ്രദേശ് അലഹബാദിലെ പ്രയാഗ്രാജ് എന്ന് പറയുന്ന സ്ഥലത്താണ്. സെൻട്രൽ അലഹബാദ് പ്രയാഗ്രാജ് ഉത്തർപ്രദേശാണ്. ഇനി ഒന്നുകൂടെ ഉണ്ട്, എന്താണ്? സൗത്ത് വെസ്റ്റേൺ. നമ്മളിവിടെ പറഞ്ഞിരുന്നു സൗത്ത് വെസ്റ്റേൺ ഗാന്ധിനഗർ ഗുജറാത്താണ് അല്ലേ. ഇവിടെയും നമ്മൾ പറഞ്ഞത് സൗത്ത് വെസ്റ്റേൺ ഉണ്ടായിരുന്നു, അത് ജയ്പൂർ രാജസ്ഥാനായിരുന്നു. ഓക്കെ, ഇവിടുത്തെ സൗത്ത് വെസ്റ്റേൺ എന്ന് പറയുന്നത് ഇതാണ്, സൗത്ത് വെസ്റ്റേൺ ആണ് ഗാന്ധിനഗർ ഗുജറാത്ത്. ഓക്കെ, ഇനി ട്രെയിനിങ് കമാൻഡ് ഉണ്ട്. നമ്മുടെ ക്രിക്കറ്റിൻ്റെയൊക്കെ ട്രെയിനിങ് കമാൻഡ് എവിടെയാണ് നടക്കുക? ട്രെയിനിങ് ഒരു ഓർഗനൈസേഷൻ ഉണ്ട് അല്ലേ, ബാംഗ്ലൂർ. അതുപോലെ ട്രെയിനിങ് കമാൻഡ് ഈസ് ബാംഗ്ലൂർ. മറ്റടുത്ത് നമ്മുടെ കരസേനയുടെ ട്രെയിനിങ് കമാൻഡ് ഈസ് ഇൻ ഷിംല അല്ലേ, ഹിമാചൽ പ്രദേശിലെ ഷിംല ആയിരുന്നു. ഓക്കെ, അപ്പോൾ എല്ലാ കമാൻഡുകളും നോക്കുക. നോർത്തേൺ കമാൻഡ് ഇല്ല, സദേൺ കമാൻഡ് ട്രിവാൻഡ്രം, ഈസ്റ്റേൺ കമാൻഡ് ഷില്ലോങ്, വെസ്റ്റേൺ കമാൻഡ് ന്യൂഡൽഹി, ആൻഡ് സെൻട്രൽ കമാൻഡ് ഈസ് അലഹബാദ് പ്രയാഗ്രാജ്, ആൻഡ് സൗത്ത് വെസ്റ്റേൺ കമാൻഡ് ഈസ് ഗാന്ധിനഗർ ഗുജറാത്ത്, മറ്റേത് ജയ്പൂർ രാജസ്ഥാനായിരുന്നു. ആൻഡ് മെയിൻ്റനൻസ് കമാൻഡ്, ഇവിടെ ഒരു എക്സ്ട്രാ ഉണ്ട്, മെയിൻ്റനൻസ് കമാൻഡ് മഹാരാഷ്ട്രയിലെ നാഗ്പൂരാണ്. മെയിൻ്റനൻസ് കമാൻഡ് ആൻഡ് ട്രെയിനിങ് കമാൻഡ് ഈസ് ഇൻ ബാംഗ്ലൂർ. ദാറ്റ്സ് ഓൾ.
ഓക്കെ, ഇന്ത്യൻ ഡിഫൻസിലെ 3 പ്രധാന സായുധ സേനകളെക്കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ആദ്യത്തെ ആരായിരുന്നു, അവസാനത്തെ ആയിരുന്നു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റുകൾ പറഞ്ഞു, പദവികൾ പറഞ്ഞു. ഓക്കെ, ഒരു പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫെയർസിലൊരു ടോപ്പിക്കാണ്. GK-യിലും വരുന്ന ടോപ്പിക്കാണ്, കറണ്ട് അഫെയർസിലും വരും. ഇതിൽ കറണ്ട് ആയിട്ടുള്ള അപ്പോയിൻമെൻറ്റ്സിലും വരും. കറണ്ട് അപ്പോയിൻമെൻറ്റ്സ് കറണ്ട് അഫെയർസിൽ വരും. ബാക്കിയുള്ള ഭാഗങ്ങൾ ജനറൽ നോളജിൽ വരും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ഇന്ത്യൻ ഡിഫൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അല്ലേ. നമ്മൾക്ക് അഭിമാനം, നമ്മൾ കാത്തുരക്ഷിക്കുന്ന ഈ ഇന്ത്യൻ സേനകളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ ബാക്കിയുള്ള ആംഡ് ഫോഴ്സസിനെ കുറിച്ചും പാരാമിലിറ്ററി ഫോഴ്സസിനെ കുറിച്ചും ഉള്ള കുറച്ച് നോട്ടുമായിട്ട് വേറൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.